എവരിവൺ. അപ്പോൾ ദേ 2026 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിരുപ്പതി ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. തിരുപ്പതി കഴിഞ്ഞ 3-4 വർഷമായിട്ട് ദൈവാനുഗ്രഹത്താൽ എല്ലാ വർഷവും നമുക്കവിടെ പോയി ദർശനം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ആ സമയത്തെല്ലാം എന്നോട് ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുന്നത് എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇത്തവണ നമ്മൾ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത്തവണ നമ്മൾ പോയിട്ടുള്ളത് ട്രെയിനാണ്. എറണാകുളം ടൗണിൽ നിന്ന് ശബരി എക്സ്പ്രസ്സിന് കയറി ഏകദേശം 11:30 തന്നെ നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഇത്രയധികം ജനത്തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അത്രയധികം ജനത്തിരക്കും അതുപോലെ തന്നെ ട്രെയിനുകളും എല്ലാമായിട്ട് നമ്മൾ ഏകദേശം ഒരു 11:30 തന്നെ അവിടെ എത്തി. അവിടെ ചെല്ലുമ്പം തന്നെ ഫുള്ള് തിരുപ്പതി മയമാണ്. അമ്പലത്തിലെ എല്ലാം അവിടെ ദർശനത്തിന് വരുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് തിരുമലയിലാണ് ക്ഷേത്രം, റെയിൽവേ സ്റ്റേഷൻ തിരുപ്പതിയിലാണ്. അപ്പം ഒരു 12 മണി കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കുള്ളിൽ മുകളിലോട്ടും താഴോട്ടും വാഹനങ്ങൾ അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രീപെയ്ഡ് AC വെയിറ്റിംഗ് ഹാള് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കിട്ടി. നമുക്കൊരു സോഫയാണ് തരുന്നത്. 3 പേര് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു. 100 രൂപയാണ് 3 മണിക്കൂറത്തേക്കായത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു 1/2 കിലോമീറ്ററോളം നമ്മൾ നടന്നു കഴിയുമ്പോഴത്തേനും ബസ് സ്റ്റാൻഡ് എത്തും. ആന്ധ്ര ഗവൺമെൻറ്റിന് പലതരം ബസ്സസ് അവിടെ അവൈലബിൾ ആണ്. നമ്മളതിൽ AC ബസ്സാണ് ചൂസ് ചെയ്തത്. ഫ്രീ ബസ്സും അതുപോലെ തന്നെ ലോക്കൽ ബസ്സസും ഒക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. AC ബസ് നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ലഗേജ് എല്ലാം അത്യാവശ്യം കംഫർട്ടബിളായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. തിരക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ കുട്ടികളുമൊക്കെ ആയിട്ട് പോകുമ്പം നമ്മൾ അതെടുക്കുന്നതായിരിക്കും ബെറ്റർ. അധികം റേറ്റ് ഇല്ല. 220 രൂപയാണ് 2 അഡൽട്ട്സിനായിട്ടുള്ളത്. കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല. പ്രത്യേകം ആധാർ കാർഡ് അവിടെ ചെക്ക് ചെയ്യിക്കും. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് ഹാഫ് ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പം തിരുപ്പതിയിലേക്ക് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും പോകുന്ന പോലെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയില്ല. ഒത്തിരി കടമ്പകൾ കടക്കാനുണ്ട്. ആ കഥകളെല്ലാം നമ്മൾ ഇതിനോടധികം പറയുന്നതായിരിക്കും. അതിൽ ഒന്നാണ് ഈ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഏത് വാഹനം, പ്രൈവറ്റ് ബസ്സാണെങ്കിലും ബസ്സിലാണെങ്കിലും ഏതാണെങ്കിലും നമ്മളിവിടെ വന്ന് സെക്യൂരിറ്റി ചെക്കിൻ ചെയ്തിരിക്കണം. നമ്മൾ കൊണ്ടുവരുന്ന ലഗേജുകളും നമ്മളും എല്ലാം ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് അവർ സ്കാനിങ് ചെയ്ത് ശേഷം മാത്രമാണ് നമ്മളെ ഉള്ളിലോട്ട് തിരുമലയിലോട്ട് കയറ്റാൻ വേണ്ടി അനുവദിക്കത്തുള്ളൂ. അപ്പം ഇതേ സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. ഈ കാണുന്ന ഒരു ഗോപുരത്തിലാണ് നമ്മൾ ആ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ വന്നത് പ്രൈവറ്റ് വെഹിക്കിളിലായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൂട്ട് വരുന്നത്. ബസ്സസ് ആകുമ്പം അതിനൊരു സെപ്പറേറ്റ് വേ ആണ്. അപ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം ആയിട്ട് നമ്മൾ പോയി സെക്യൂരിറ്റി ചെക്കിന് പാസ്സായ ശേഷം മാത്രം നമ്മൾ ഉള്ളിലോട്ട് കടക്കുന്നു. തിരുപ്പതിയിൽ ഒറ്റ തവണ വന്നവർക്ക് പിന്നീട് ഇവിടെ വരാതിരിക്കാൻ കഴിയില്ല. അത്ര മനോഹരമാണ്, അത്ര ഒരു ഡിവൈൻ എനർജിയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അവിടുത്തെ ഓരോന്നും നമുക്കൊരു അത്ഭുതമാണ്. ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാൾക്ക് ഏകദേശം ഒരു 4:30 തന്നെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുള്ളത് TTDയുടെ തന്നെ അക്കോമഡേഷനാണ്. തിരുമല ദേവസ്വത്തിൻ്റെ മുകളിൽ അക്കോമഡേഷൻ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യസ്തതയാണ് ഇവിടെ നമ്മൾ ആദ്യം പോയി നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന QR കോഡുണ്ട്. ഈ കോഡ് സ്കാൻ ചെയ്ത് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴാണ് ഏത് ബിൽഡിങ്ങിലാണ് നമുക്ക് സ്റ്റേ ഉള്ളതെന്നുള്ളത് മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് കൗസ്തുഭം എന്ന് പറയുന്നത് ബിൽഡിങ്ങിലാണ് കിട്ടിയിട്ടുള്ളത്. 100 രൂപയുടെ സ്പെഷ്യൽ ദർശന വഴിയാണ് നമ്മൾ ഈ ഒരു അക്കോമഡേഷനൂടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ഇവിടെ കാണിക്കണം, ടിക്കറ്റിൻ്റെ കോപ്പിയും കാണിക്കണം. ദർശന ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ടും കിട്ടും. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് നടന്നാണ് നമ്മൾ കയറുന്നത്. സ്റ്റെപ്പുകളുണ്ട്, വഴികളുണ്ട്. അതുവഴി നടന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം, ഇതെല്ലാം നമ്മുടെ ആ 2ാമത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ എത്തിയ 5ാമത്തെ നിലയിലാണ്. സോ ആദ്യത്തെ നിലയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ നിലയിൽ പോയിട്ട് നമ്മുടെ ഈ ടിക്കറ്റ് കാണിച്ച് നമ്മൾ ബുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമുക്ക് റൂം ഏതാണെന്നുള്ളത് അവർ അലോട്ട് ചെയ്യും. അഡ്വാൻസ് ആയിട്ട് ഒരു 1000 രൂപ നമ്മൾ കൊടുക്കണം. ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പൈസ തിരിച്ചു തരും. 24 മണിക്കൂർ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ റൂമിൽ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രത്യേകം അതിൽ എഴുതിയിട്ടുണ്ട് 24 മണിക്കൂറിന് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കൊടുത്ത 1000 രൂപ തരത്തില്ലെന്നുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് നമുക്ക് കിട്ടിയിരുന്നത്.
3 ബെഡുണ്ടായിരുന്നു, 2 ഫാന്, ബക്കറ്റുകൾ, വേസ്റ്റുകളെല്ലാം നല്ല ക്ലീനായിട്ട് ഏത് ബക്കറ്റിൽ എന്തിടണം എന്നുള്ളതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം, തെലുങ്കാണ് അവിടുത്തെ ഭാഷ, അതുകൊണ്ട് തന്നെ അതിലാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പറ്റും. വാഷ്റൂമുണ്ട്, ചൂടുവെള്ളം എപ്പോഴും വരുന്നുണ്ട്, ടോയ്ലറ്റ്സും എല്ലാം കംഫർട്ടബിളായിട്ടും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിന് നമുക്കായിട്ടുള്ളത് 1000 രൂപയാണ്. 300 രൂപ മുതലുള്ള പലതരം റൂമുകൾ ഇവരുടെ ഒരു സൈറ്റിൽ കൂടെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും. നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്തു. തിരുമലയിൽ താമസിക്കണമെന്ന് വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ്. സോ അതാണ് ഇത്തവണ നമ്മൾ അവിടെ തന്നെ നോക്കിയിരുന്ന് ബുക്ക് ചെയ്തത്. അപ്പം പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അതുവഴിയുള്ളൊരു യാത്ര വളരെ എന്താ പറയുന്നത്, കൗതുകം നിറഞ്ഞൊരു യാത്രയാണ്. ഒരു അമ്പലത്തിന് വേണ്ടി മാത്രമാണ് ആ ഒരു തിരുമലയിൽ അത് മാത്രമാണുള്ളത്. മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടം പോലെ ഫുഡ് സ്പോട്ടുകൾ നമുക്കവിടെ കാണാം. മെയിനായിട്ടും നമുക്ക് ദോശകളും അതുപോലെ തന്നെ പൂരി മസാല അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്നിട്ട് മസാല ദോശയും നെയ്റോസ്റ്റും, ജാഞ്ചു പിന്നെ എവിടെ പോയാലും നെയ്റോസ്റ്റാണ്, അത് വിട്ടൊരു കളിയില്ല. അപ്പോൾ ഞങ്ങൾ ഒരു മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ കഴിച്ചു. രാവിലെ നമുക്ക് വൈകുന്നേരമാണ് ദർശനം. അപ്പം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ആ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അക്കോമഡേഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്നും കേരളത്തിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും അതെല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കാരണം അത് കുറച്ചേറെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പിന്നീട് നമ്മൾ തിരുമലയിൽ കൂടെ കുറച്ച് ദൂരം നടന്നു. ജാഞ്ചുവിന് ഡ്രസ്സ് വേണം. അപ്പം നമ്മൾ അട്ടയർ എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ഡ്രസ്സ് സ്ത്രീകളാവുമ്പോഴത്തേക്കിന് ചുരിദാറോ അതല്ലെങ്കിൽ നമ്മൾ സാരിയോ ദാവണിയോ ഒക്കെയാണ് അലൗഡായിട്ടുള്ള ഡ്രസ്സസ്. അതുപോലെ തന്നെ ബോയ്സിനുള്ള മെൻസിന് വരുന്നത് മുണ്ട് ഷർട്ടുമാണ്. കുറച്ച് ആൾക്കാർ പാൻസ് ധരിച്ച് ഞാൻ കണ്ടു. അത് അലൗഡാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് തരുന്ന ടിക്കറ്റിൽ അലൗഡ് അല്ല ആ ഡ്രസ്സ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുമലയിൽ എല്ലായിടത്തും ജലപ്രസാദം എന്ന് പറഞ്ഞിട്ട് വെള്ളം അവൈലബിൾ ആണ്. നല്ല പ്യൂരിഫൈഡ് വാട്ടർ കിട്ടുന്നുണ്ട്. പിന്നെ ജാഞ്ചുവിന് ഡ്രസ്സ് അന്വേഷിച്ച് നമ്മളൊരു അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഈ തിരുമലയിൽ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് ചെന്ന് കയറുവാണ്. കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടു. അവന് ഡ്രസ്സൊക്കെ വാങ്ങി തിരിച്ചു പോന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ജയില് പോലെ സ്ഥലമില്ലേ, അവിടെയാണ് സാധാരണ തിരക്കുള്ള സമയത്തൊക്കെ ക്യൂ അവിടം വരെ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടു. തിരുമലയിൽ എപ്പോഴും ഫുഡാണ്. അപ്പം അവിടുത്തെ അന്നദാനമുണ്ട്. 11:30 മുതൽ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നടന്ന് ഏകദേശം വന്നപ്പോഴത്തേന് 11:30 ആയി. അങ്ങനെ നമ്മൾ അന്നദാന കൗണ്ടർ കണ്ടപ്പോഴത്തേക്കിന് അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ജാഞ്ചുവും ഷൈൻചേട്ടനൂടെ പിന്നെ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ എല്ലാം നല്ല നീറ്റായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാഴയിലയിലാണ് നമുക്ക് ഫുഡ് തരുന്നത്. നല്ലൊരു ഫുഡായിരുന്നു. നമ്മളെല്ലാം കഴിച്ചു, പ്രസാദം കഴിച്ച് നമ്മൾ നേരെ ഇനി തിരിച്ചു പോകണം. അപ്പം അന്നദാനം നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ തൊട്ട് തിരക്ക് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ദർശന സമയം കിട്ടിയിരിക്കുന്നത് 4 മണിയാണ്. ഇപ്പം ഏകദേശം ഒരു 3:30 നമ്മളെല്ലാം റെഡിയായി. അപ്പം അവിടേക്ക് മൊബൈൽ അലൗഡ് അല്ല എന്ന് പറയുന്നത് ഒരു ലെവൽ വരെ അലൗഡാണ്. പിന്നീട് നമ്മൾ മൊബൈൽ അവിടെ സൂക്ഷിക്കണം. ഓക്കെ, നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ദർശനത്തിന് പോകുന്നതിന് മുന്നേ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, ദർശനത്തിന് ടിക്കറ്റിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ ആധാർ കാർഡ് ഇല്ലാതെ നമ്മൾ അവിടെ ഉള്ളിലോട്ട് കയറ്റത്തേ ഇല്ല. അതുപോലെ തന്നെ മൊബൈൽ നമ്മൾ നിൽക്കണ സ്ഥലത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രിൻ്റ് ഔട്ട് പിന്നീട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ പോയപ്പോഴത്തേന് മറന്നു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടി. ദർശനം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് ഏകദേശം 5 മണിക്കൂറോളം കഴിഞ്ഞിരുന്നു. നമുക്ക് വേണ്ട ഫുഡുകളും വെള്ളവും എല്ലാം അവിടെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. ആധാർ കാർഡ് മസ്റ്റാണ്, അത് മറക്കരുത്. അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ അവിടെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമ്മളെങ്ങനെ ഇരുത്തും. ആ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തത് ഇത്തവണയാണ്, ഈ കഴിഞ്ഞ 4 വർഷത്തിൽ. അപ്പം തിരുപ്പതി ലഡുവൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു വന്നു. ഇനി റൂമിലൊന്ന് കിടന്നു. എന്നിട്ടും പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ ക്ഷീണം കാരണം അങ്ങനെ ഉറങ്ങി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 5:30 ചെക്ക് ഇൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിന് മുന്നേ തന്നെ ചെക്കൗട്ട് ചെയ്യണം. നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇറങ്ങുവാണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഫേസ് റീഡ് ചെയ്യുന്നുണ്ട്, അവിടെ ക്യാമറയുണ്ട്. അപ്പോൾ അവിടെ വെച്ച് റീഡ് ചെയ്തിട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനായിട്ട് 1000 എക്സ്ട്രാ വാങ്ങിയത് ക്രെഡിറ്റ് ആകും. ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ്. ഇനി നേരെ നമ്മളൊന്നും കൂടെ
തിരുപ്പതി ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ജീപ്പ്, അവിടെ ജീപ്പുകളും കാറുകളും എല്ലാം ഷെയ്ഡ് കിട്ടും. 100 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് പോയി കുറച്ച് നേരം അവിടെ എല്ലാം ഒന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും നമുക്ക് കൊതിയാണ് അവിടെ തന്നെ നിൽക്കാനായിട്ട്. നമുക്ക് വളരെയധികം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പതി. ഏത് സമയവും തിരക്കാണ്. അത്രയധികം ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസവും എത്തുന്നു. എന്നാൽ പോലും നമ്മൾ പറയേണ്ട കാര്യം അവിടുത്തെ നീറ്റ്നെസ്സാണ്. അത്ര വൃത്തിയാണ്, എല്ലാ സ്ഥലത്തും വൃത്തിയാണ്. ആൾക്കാരിങ്ങനെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. കാരണം അവിടെ ഒരു ചപ്പോ ചവറോ നമ്മൾ ഇടത്തില്ല. അത്ര നീറ്റായിട്ടാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അത്രയധികം ആൾക്കാർ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുവാണ്. ഇനി നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളിവിടെ എത്തിയിരിക്കണം. പറ്റുവാണെങ്കിൽ എല്ലാവരും പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടി തന്നെ ട്രൈ ചെയ്യണം. നമ്മളിവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും പിന്നെ ഫുള്ള് പൂജയും മന്ത്രവും എല്ലാമാണ് പിന്നീട് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യും. രാവിലെ 5 മണിക്ക് മുന്നേ ഉള്ളൊരു സമയമാണിത്. ആ സമയത്ത് തന്നെ എത്രയോളം ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദർശനം കഴിഞ്ഞും അവിടെ തന്നെയാണ് ആൾക്കാർ കിടന്നുറങ്ങുന്നതും കുളിക്കുന്നതും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും മനുഷ്യന് സിമ്പിൾ ആകാമെന്നുള്ളത് ശരിക്കും ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും തുല്യരാണ്, ഒരേപോലെയാണ്. ഇവിടുത്തെ ദർശന സംവിധാനമൊക്കെ പറഞ്ഞറിയിക്കേണ്ടതാണ്. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി, എത്ര കെയറോട് കൂടിയാണ് ഓരോ ക്യാബിനുകളും അവിടെ എല്ലാം ഫുഡും എല്ലാം അവൈലബിൾ ആക്കി. ഭയങ്കര ഒരു ക്ഷേത്രമാണ്. അത്രത്തോളം അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളും അവിടെ നിന്ന് പൂജയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ തിരിച്ച് തിരുപ്പതിയിലോട്ട് പോവുകയാണ്. നമ്മൾ 2 ദിവസം ഉണ്ട്. അപ്പോൾ കാളഹസ്തിയിലും പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബസ്സാണ് തിരിച്ചെടുത്തിട്ടുള്ളത്. വളരെ എക്കണോമിക്കലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുന്നേ കാറിനും ഒക്കെ വന്നിട്ടുണ്ട്, ജീപ്പിനും എല്ലാം. ആ സമയത്തെല്ലാം ഏകദേശം 2000-ന് മുകളിലായിരുന്നു നമുക്ക് ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. ഇത് വെറും 220 വീണ്ടും തിരിച്ചൊരു AC ബസ്സോട് കൂടി നമ്മൾ തിരിച്ച് യാത്രയാവുകയാണ്. അടുത്ത വർഷം തിരിച്ച് വീണ്ടും വരുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി. അതെ, ഒരു 23 കിലോമീറ്ററാണ് തിരുപ്പതിയും തിരുമലയും തമ്മിലുള്ള വ്യത്യാസം, കിലോമീറ്റേഴ്സ്. അപ്പം ഇനി ഒരു 23 കിലോമീറ്റേഴ്സ് നമ്മൾ അങ്ങനെ യാത്ര ചെയ്യണം. കുറച്ച് നേരം ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. എന്നാലും പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മലയാണ്. നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. വളരെയധികം ടേണുകളുണ്ട്. അപ്പം വളരെ സൂക്ഷിച്ചാണ് ബസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ സ്ഥലമാണ് ഞാൻ നടന്നു വരുന്ന കാര്യം പറഞ്ഞത്. ഈ ഒരു സ്റ്റെപ്പുകൾ കയറി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഫ്രീ ദർശനത്തിനുള്ള ടിക്കറ്റുകൾ അവർ തരുന്നതായിരിക്കും. അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ദർശനം ചെയ്യാം. ദർശന സമയം ആൾക്കാർ കൂടുന്നതിനനുസരിച്ചിട്ട് ദർശന സമയം കൂടുതലായിട്ടെടുക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് 48 മണിക്കൂറോളം അവൻ ക്യൂവിൽ നിന്നു എന്ന് പറയുന്നു. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാബിനിലിരിക്കുക, അവിടെ നമുക്ക് ഫുഡും എല്ലാം എത്തും, വാഷ്റൂംസും എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ തവണ ഏകദേശം 5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ഇതാണ് മാധവം. മാധവത്തിലും നമ്മൾ തിരുപ്പതിയിൽ സ്റ്റേ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെയും ആ ടിക്കറ്റ് ടോക്കൺസ് ഒക്കെ കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തതിനുള്ള ഒരു ഹോട്ടൽ എടുത്തു. കാരണം ഇത് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് എടുത്തത്. അതാവുമ്പം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആണ്, കേരള എക്സ്പ്രസ് ആണ്. അപ്പോൾ ഏകദേശം 4:30 കൂടി എന്തോ ആണ് നമ്മുടെ തിരുപ്പതിയിൽ എത്തുന്നത്. സോ എളുപ്പം പോകാൻ വേണ്ടിയിട്ട് അത് എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എഗെയിൻ ജാഞ്ചു, പ്ലെയിൻ റോസ്റ്റ്, മസാല ദോശ, പൂരി മസാല അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഒന്ന് നടന്നു. കുറച്ച് ഫുഡൊക്കെ ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ ഇവിടെ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു യാത്ര. അങ്ങനെ നമ്മളവിടെ വേറെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി. അപ്പോൾ നമ്മുടെ ആനകളൊക്കെ നിൽക്കുന്നു. അപ്പോൾ നമുക്കും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു, ഞാനും ജാഞ്ചുവും. തിരുപ്പതിയിൽ വരുമ്പോൾ പറ്റുമെങ്കിൽ ഒരു ദിവസം കൂടെ എക്സ്ട്രാ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറേ ക്ഷേത്രങ്ങളിലൂടെ കവർ ചെയ്യാൻ പറ്റും. എല്ലാം ബസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ക്യാബോ എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലാണ് നമ്മളിവിടെ വന്ന് ഇവിടെയും കുറേ നേരം നിന്നു. അപ്പോൾ ആനയുടെ അനുഗ്രഹമൊക്കെ നമ്മൾ വാങ്ങി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളവിടെ ചെന്നപ്പോൾ അന്നേരം ചെയ്തതാണ്.
ഇനി നമ്മൾ നേരെ പോയി ഫ്രഷായിട്ട് കാളഹസ്തിയിലോട്ട് പോവുകയാണ്. നന്നായിട്ട് നമ്മൾ വീണ്ടും മാച്ചിങ് ആയിട്ട് ഗ്രീൻ കളറൊക്കെ ഇട്ട് 3 പേരോടെ ഇറങ്ങി. കാളഹസ്തിയിലോട്ട് പോയത് വളരെ രസകരമായിരുന്നു. തിരക്കായിരുന്നു ബസ്സിൽ. അങ്ങനെ നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസിൽ മാറി ഇറങ്ങി. പിന്നീട് അവിടെ നിന്ന് ഓട്ടോയിലാണ് പോയത്. ബസ് അത്യാവശ്യം നല്ല ബസ്സായിരുന്നു. അവിടേക്കും എനിക്ക് തോന്നുന്നു ഒരു 1.25 മണിക്കൂറിൻ്റെ യാത്രയുണ്ടായിരുന്നു. 1 hour 45 മിനിറ്റ്സോളം യാത്രയുണ്ടായിരുന്നു. വളരെ സുഖകരമായിട്ടുള്ള യാത്ര. ഇനി അവിടെ ചെന്നിട്ട് അവിടെ ഈ രാഹു കേതു ദോഷങ്ങൾക്കൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് കാളഹസ്തി. നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ പോയി എന്താണെന്നൊക്കെ ഒന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കാരണം നമ്മളവിടെ എത്തി. അവിടെയും നമുക്ക് ക്യൂ എടുത്തിട്ട് വേണം, 200 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ക്യൂവിലോട്ട് കയറിയത്. അതവിടെ ചെന്ന് കഴിയുമ്പം തന്നെ അവിടെ ഉണ്ട്. പിന്നെ ഈ രാഹുകേതു ദോഷത്തിനൊക്കെ ഉള്ളതാണെങ്കിൽ 5000-ഓളം എന്തോ ആണ് അതിൻ്റെ ഒരു എമൗണ്ട് വരുന്നത്. അതും അവിടെ എഴുതിച്ച് കഴിഞ്ഞാൽ പൂജയോ ഒക്കെ ഉള്ളതായിരുന്നു. കാളഹസ്തിയിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ക്യൂ നമ്മൾ കുറച്ച് നേരം 200 രൂപയുടെ ടിക്കറ്റ് ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവായിരുന്നു നമ്മൾ കയറിയ ക്യൂവിൽ. എന്നാലും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഇവിടെയും പ്രസാദവും അന്നദാനവും എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും അന്നദാനം എപ്പോഴും ഉണ്ട്. നമ്മളങ്ങനെ വിശന്നിരിക്കത്തേ ഇല്ല. അപ്പം നേരെ നമ്മളിനി പോയി നമ്മുടെ ഫോണും ലഗേജും എല്ലാം നമ്മൾ പുറത്തൊരു സ്ഥലത്ത് പൈസ കൊടുത്ത് സൂക്ഷിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഓരോരോ ദർശന സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി ദർശനത്തിനായിട്ട് നമ്മൾ കയറുവാണ്. ദർശനം കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു. നെക്സ്റ്റ് ടൈമെങ്കിലും ഈ സ്റ്റെപ്പ് കയറി അവിടെ എത്തണമെന്നാണ് ആഗ്രഹം. ദൈവാനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേറെ പ്ലാനൊന്നുമില്ല. 3 മണിയോളം ആയി. പിന്നെ നമ്മളൊരു എഗെയിൻ ഒരു 4-5 മണിക്കാണ് നമ്മൾ തിരിച്ചെത്തിയത്. ശേഷം റെസ്റ്റ് എടുത്തു. ഇനി നമുക്ക് രാവിലെ 4:30-ക്ക് വീണ്ടും പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ എല്ലാം ഒന്ന് ഇറങ്ങി നടന്നു. ഒത്തിരി റെസ്റ്റോറൻറ്റ്സുകളും ഹോട്ടൽസും എല്ലാം റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് 1000-2000-നുള്ളിൽ എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് 4:30-ക്കാണ് ട്രെയിന്. രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി ഇനി നേരെ ട്രെയിനിലോട്ട് കയറുവാണ്. അങ്ങനെ ഒത്തിരി മെമ്മറീസായിട്ട് നമ്മളിവിടുന്ന് പോവാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു തിരുപ്പതി യാത്ര. ഇനി എങ്ങനെയാണ് ടിക്കറ്റ് ബുക്കിംഗ് അതെല്ലാം വിശദീകരിച്ചിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you. Bye bye.